നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്ക് വീട്ടിലേക്ക് പോകാം. തന്നെ പോലീസ് കൊണ്ടുപോയ ടെൻഷനിലായിരിക്കും അവിടെ എല്ലാവരും. പോവാൻ സച്ചേട്ടാ, പക്ഷേ ആദ്യം നമുക്ക് പോകേണ്ടത് വീട്ടിലേക്കല്ല. നിയമപരമായി ആ കുഞ്ഞ് ഇന്നു മുതൽ നിങ്ങളുടേതാ. പിന്നെ ഒരു കാര്യം, മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ ഹോം വിസിറ്റ് ഉണ്ടാവും. കുട്ടി നിങ്ങളോടൊപ്പം സുഖമായിരിക്കുന്നെന്ന് ഉറപ്പുവരുത്താനാ. അതിന്റെ ആവശ്യമില്ല. അവിടെ അവക്ക് ഒരു കുറവുണ്ടാവില്ല. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞിന് നിങ്ങളുടെ അടുത്തുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ കുഞ്ഞിനെ അപ്പ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ ഒപ്പിട്ട് തന്ന സമ്മതപത്രത്തിൽ അത് വ്യക്തമായി ചേർത്തിട്ടുണ്ട്. ശരി മാഡം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മാഡം. ആ ശരി. അത്രയും ദൂരം പോകാനുള്ളതല്ലേ? ശരി, ആയിക്കോട്ടെ. ശരി മാഡം. ശരി മാഡം. ആ ശരി. മേഡം, അവര് കുഞ്ഞിനെ കൊണ്ടുപോയ? അവരിപ്പോ കുഞ്ഞുമായിട്ട് പോയതേ ഉള്ളൂ. ACP കാർത്തിക് പറഞ്ഞിട്ടാ ഞാൻ വരുന്നത്. മേഡം, ഇത് ചീറ്റിംഗ് ആണ്. അവര് ആ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ ദത്തെടുത്തതല്ല. അവര് തട്ടിപ്പുകാരാണ്. കുഞ്ഞിന്റെ പേരിൽ അവരെഴുതുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്കാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നോക്ക്, ഇതല്ലേ അവരുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതുന്ന സ്വത്തിന്റെ ഡോക്യുമെന്റ്സ്. മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പല സ്ഥലങ്ങളിലും അവര് ഇത് തന്നെയാണ് കൊടുത്തത്. ഇതുപോലെ ഓർഫനേജുകളിൽ നിന്ന് കുട്ടികളെ തട്ടിയെടുത്ത് മുംബൈയിലേക്ക് കടത്തി അയക്കുന്ന സംഘത്തിലെ ആളുകൾ അവര്. എന്റെ ഈശോയെ, ചതിച്ചോ? വേഗം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. കാർത്തിക് ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു കാണും. നല്ല തങ്കക്കുടം പോലുള്ള കുഞ്ഞ്. അധികം സിമ്പതി ഒന്നും വേണ്ട. ഏൽപ്പിച്ച ജോലി ചെയ്യുക, പറഞ്ഞ പണവും വാങ്ങി പോവുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഹലോ മാഡം. ആ, കുട്ടിയെ കിട്ടി. അതെ, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? ഓ, ലെവൽ ക്രോസ് കഴിഞ്ഞുള്ള പള്ളി സെമിത്തേരി അല്ലേ? ശരി ശരി മാഡം, ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം. അവരെന്താ പറഞ്ഞേ? ലെവൽ ക്രോസ് കഴിഞ്ഞുള്ള പള്ളി സെമിത്തേരിക്ക് മുമ്പിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ പണമോ? അത് നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞല്ലോ. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താ സാർ? സാർ ഇങ്ങോട്ട് കുഞ്ഞിനെ സാർ, നിങ്ങൾ എന്താ കാണിക്കുന്നേ? അങ്ങോട്ട് നീങ്ങിക്കടാ. ഈ കുഞ്ഞിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാ. നിന്റെ അഭ്യാസം ഒന്നും ഇങ്ങോട്ട് ഇറക്കരുത്. ചവിട്ടി നിന്റെ എല്ല് ഞാൻ ഒടിക്കും. നീയൊക്കെ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കേരള വണ്ടിയിൽ
നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് കാറിൽ വാ സർ. ചെല്. സർ. എന്തിനാണോ കരയുന്നത്? ഇനി നിങ്ങളാ ഇവളുടെ അച്ഛനമ്മമാര്. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ. അർച്ചനയ്ക്ക് സർപ്രൈസ് കൊടുക്കാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ടത്? ആ. ഇപ്പൊ സന്തോഷമായില്ലേ രണ്ടുപേർക്കും? എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. താങ്ക്സ്. വെറുതെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഈ മൊമെന്റിന്റെ ഭംഗി കളയല്ലേ അർച്ചനെ. നീ എന്റെ സ്വന്തം സഹോദരി തന്നെയാ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ നീ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇവളെ നിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമ്പോ നിന്റെ സന്തോഷം കാണാൻ ഒപ്പം വേണമെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്ക് നിർബന്ധമായിരുന്നു. ഇനി നിന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ ഒരാളും കൊണ്ടുപോവില്ല. അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനോടുള്ള ആത്മബന്ധം എത്ര വലുതാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ അർച്ചന നന്ദി പറയേണ്ടത് ഞങ്ങളോടല്ല, സച്ചിയോടാ. ഇയാളാ ഇതിനു വേണ്ടി ഓടിയതല്ല. ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. ഞങ്ങൾ ഇറങ്ങട്ടെ? 3 പേരും കൂടെ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരാം. ഞങ്ങൾ തീർച്ചയായിട്ടും വരും. വാ കാർത്തേട്ടാ. ഇനി നിന്റെ മാത്രം മകളാ ഇവള്. ഞാൻ ഇവളുടെ അച്ഛനും. നമുക്ക് വീട്ടിലേക്ക് പോവാം. തന്നെ പോലീസ് കൊണ്ടുപോയ ടെൻഷനിലായിരിക്കും അവിടെ എല്ലാവരും. പോവാൻ സച്ചേട്ടാ. പക്ഷേ ആദ്യം നമുക്ക് പോകേണ്ടത് വീട്ടിലേക്കല്ല. നമുക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരിടം വരെ പോണം. എവിടെ? അതൊക്കെ പറയാം. സച്ചേട്ടൻ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.